ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തല തുണി അഴിച്ചാൽ ഉള്ളിൽ കവിയുടെ ട്രൗസർ, തലയിൽ ഒരു കൂർത്ത കൊപ്പിയും കയ്യിൽ ഒരു കുറുവടിയുടെ കുറവേ മൂപ്പർക്കുള്ളൂ. അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഒരു അധ്യാപകന്റെ കാല് ബോംബിട്ട് തകർത്ത കേസിലെ 36 RSSകാരുടെ കേസ് രമേശ് ചെന്നിത്തല പിൻവലിച്ചു കൊടുക്കുന്ന സമയത്ത് 20 MLA മുസ്ലിം ലീഗ് നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? 5 മന്ത്രിമാരും അതിനകത്തുണ്ടായിട്ട് പാടില്ല എന്നൊന്നും എന്തേ നിങ്ങൾ പറയാതിരുന്നത്? കേരളത്തിലെ ജനത കാണുന്നുണ്ട്. മാറാടിന്റെ മണ്ണിൽ വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാഡിയ എന്ന വർഗീയവാദിയായ RSSകാരന്റെ കേസ് ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നിങ്ങൾ പിൻവലിച്ചു കൊടുക്കുമ്പോൾ മുസ്ലിം ലീഗ് നിങ്ങളാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. മൂന്നാമതായി ബീഫ് കഴിച്ചതിന്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന സമയത്ത് ഡിവൈഎഫ്ഐയെ പോലെയുള്ള ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങള് ചെമ്പുമായിട്ട് നടു റോട്ടിലിറക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ചുമതലയിലുള്ള തൃശൂർ പോലീസ് അക്കാദമിക്കകത്ത് ബീഫ് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയപ്പോ ബീഫിന്റെ കാര്യത്തിലെങ്കിലും മുസ്ലിം ലീഗ് നിങ്ങൾ എന്തെങ്കിലും ഒന്നും മിണ്ടിയില്ലല്ലോ. നിങ്ങൾ കണ്ടു പഠിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ. പാകിസ്ഥാനിലെ ഗസൽ ഗായകൻ ഗുലാം അലി മഹാരാഷ്ട്ര സംസ്ഥാനത്തിനകത്ത് മുംബൈയിൽ ഒരു പരിപാടിക്ക് ഡേറ്റ് കൊടുക്കുന്നു. RSSകാർ ആ വിവരം മണത്തറിയുന്നു. അവർ ഗുലാം അലിയെ വിളിച്ചിട്ട് പറഞ്ഞു, മുസ്ലിമായ പാകിസ്ഥാൻകാരനായ ഗുലാം അലി ഈ ഇന്ത്യയുടെ മണ്ണിലേക്ക് വന്ന് പാടിയാൽ മയ്യത്ത് ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് കൊടുത്തയക്കുമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പേടിച്ചിട്ട് സംഘാടകരെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നില്ല. ആരാ ഇടപെട്ടത്? ഇടതുപക്ഷത്തിന്റെ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് MA ബേബി ഗുലാം അലിയെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾക്ക് കേരളത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം. ഇവിടെ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ ചെങ്കൊടി കയ്യിൽ പിടിച്ച് കാവലുണ്ടാകുമെന്ന് പറഞ്ഞ് ഗുലാം അലിയെയും മകനെയും വിളിച്ചു വരുത്തി 3 ജില്ലകൾക്കകത്ത് 8 പരിപാടി അവതരിപ്പിച്ച് ഗുലാം അലിയും മകനും പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകുമ്പോ ഒരു രോമത്തിന് പോലും പോറലേൽപ്പിക്കാൻ ഒരു RSSകാരനും കടന്നു വരാതിരുന്നത് നിങ്ങളുടെ പച്ച കണ്ടിട്ടല്ല. ജീവൻ കൊടുത്തും ഈ നാടിനകത്ത് മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കാൻ ഈ ചെങ്കൊടി ഇങ്ങനെ കയ്യിൽ പിടിച്ചു 10,000 അണിനിരന്ന് നിൽക്കുന്നത് കണ്ടിട്ടാണ്. അല്ലേ? നിങ്ങള് ഒരു പ്രമേയം മുസ്ലിം ലീഗ് പാസ്സാക്കണ്ടേ? ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് RSSനെതിരെ ഒരു വാക്ക് മിണ്ടിയോ? നിങ്ങൾ മിണ്ടണ്ട. ലീഗ് ഹംസാക്ക പറഞ്ഞതുപോലെ മുഹമ്മദ് അഖിലാഖി എന്ന് പറയുന്ന മനുഷ്യനെ വീട്ടിൽ കയറി ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചു കൊന്നപ്പോ ആ വീട്ടിലേക്ക് ഓടിയെത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് ബൃന്ദ കാരാട്ട്. ഇപ്പോഴാണ് ജാർഖണ്ഡ് സംസ്ഥാനത്തില് 100 കിലോമീറ്റർ അകലെ റാഞ്ചിയില് മുഹമ്മദ് മുജൈമിൽ എന്ന് പറയുന്ന 45 വയസ്സുകാരനെയും അസദ് ഖാൻ എന്ന് പറയുന്ന 15 വയസ്സുള്ള കുട്ടിയും കന്നുകാലി കച്ചവടം നടത്തിയെന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് നടുറോട്ടിലിട്ട് തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കി നിൽക്കുന്ന ആ 2 പാവങ്ങളുടെ ശവശരീരത്തെ നമ്മൾ ഈ ലോകമാകെ കണ്ടു. ഞങ്ങൾ എന്താ ചെയ്തത്? ആ വീട്ടിലേക്ക് ഇടതുപക്ഷത്തിന്റെ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് ബൃന്ദ കാരാട്ട് ഓടിച്ചെന്ന് ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അതുമാത്രമല്ല ഞങ്ങൾ ചെയ്തത്, കേരളത്തിന്റെ മുഴുവൻ പഞ്ചായത്തുകൾക്കകത്തും കഴിഞ്ഞ 23-ാം തീയതി പ്രതിഷേധ സായാഹ്ന ധർണകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ഞങ്ങൾക്ക് ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇടതുപക്ഷത്തിനെ കഴിഞ്ഞിട്ടുള്ളൂ. മുസ്ലിം ലീഗ് ഇസ്ലാമിന്റെ സംരക്ഷകരാ. അല്ലേ? അങ്ങനെയാണല്ലോ പറയാ. തെരഞ്ഞെടുപ്പ് കൊണ്ട് അടുക്കുമ്പോ സ്ഥാനാർത്ഥിന് അടുക്കളന്റെ വാതിക്കൊക്കെ ഒരു തള്ളിയിട്ട് എന്താ പറയാ, ഇത് അവിടുന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ്, വോട്ട് ചെയ്യണം. കുരുത്തക്കെട് തട്ടും വിശ്വസിച്ച് വോട്ട് ചെയ്യാം. ഇനി ആ പണിയും കൊണ്ട് ഇറങ്ങരുത് ലീഗ്. എന്താ ഇറങ്ങരുതെന്ന് പറയാൻ കാരണം, പാണക്കാടിലെ 5 തങ്ങന്മാരുടെ വീട് നിൽക്കുന്ന പാണക്കാട് വാർഡിനകത്ത് തങ്ങൾ നിർത്തിയ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗിന്റെ നേതാവ് റിബലായി മത്സരിച്ചു.
നോമിനേഷൻ കൊടുത്തിട്ട് യൂത്ത് ലീഗിന്റെ നേതാവ് മുങ്ങി. നോമിനേഷൻ പിൻവലിക്കുന്നതിന്റെ അവസാനത്തെ ഡേറ്റ് കഴിഞ്ഞ് വൈകുന്നേരം 5:30 മണിയായപ്പോ പാണക്കാട് വന്നിറങ്ങി. അങ്ങനെ അവിടെ മത്സരം നടന്ന് 870 വോട്ടിന് മുസ്ലിം ലീഗ് പാണക്കാട് വാർഡിൽ ജയിച്ചിരുന്നുവെങ്കിൽ ICUലും വെന്റിലേറ്ററിലും കിടന്ന് ഞരങ്ങിയും മൂളിയും ഈ പ്രാവശ്യം രക്ഷപ്പെട്ടത് 81 വോട്ടിനാണെങ്കിൽ ലീഗ് നിങ്ങളെ നേതാക്കന്മാര് പറഞ്ഞ മുസ്ലിം ലീഗര് കേൾക്കണില്ലെങ്കിൽ പിന്നെ നാട്ടുകാര് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥിനെ കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കരുത്. നിങ്ങള് മുസ്ലിം ലീഗ് പേരിൽ ഒരു മുസ്ലിം ഉണ്ടല്ലോ. CPIM, CPI, INL, PDP, ജനതാദൾ, സെക്യുലർ പാർട്ടി, വെൽഫെയർ, വർഗീയ സംഘടനയായ സുഡാപ്പി, പോപ്പുലർ ഫ്രണ്ട്, NDF, BJP, RSS, ഈ ഒരു സംഘടനയുടെ പേരിന്റെ മുമ്പിലോ പിമ്പിലോ ഒരു മതത്തിന്റെ പേരില്ല ലീഗ്. പക്ഷെ മുസ്ലിം ലീഗിന്റെ പേരിന്റെ മുമ്പിൽ ഒരു മതത്തിന്റെ പേരുണ്ട്. ആ മതത്തിന്റെ പേര് ഇങ്ങനെ വിമാനത്തിലേക്ക് പോകുമ്പോ വാ പൊളിച്ചു നിന്നപ്പോ നേതാക്കന്മാരുടെ വായിലേക്ക് കടർന്നു വീണ് കിട്ടിയതല്ല. പ്രവാചകനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. അദ്ദേഹത്തിന്റെ മരണത്തിനു മുമ്പ് അറേബ്യയാകെയും മരണത്തിന് ശേഷം 4 ഖലീഫമാർ മുഖാന്തിരം ലോകമാകെയും പ്രചരിപ്പിച്ച ഇന്ന് കോടിക്കണക്കിന് മനുഷ്യർ വിശ്വസിക്കുന്ന മതത്തിന്റെ പേരാണ് ലീഗ് ഇസ്ലാം. ആ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മനുഷ്യനെ വിളിക്കുന്ന പേരാണ് മുസ്ലിം. അതിന്റെ പേരെടുത്തണിഞ്ഞ് ഈ നാടിനകത്ത് നിങ്ങൾ പ്രവർത്തിക്കുമ്പോ ബീഫിന്റെ കാര്യത്തിലെങ്കിലും ഒരു 10 യൂത്ത് ലീഗിന്റെ കുട്ടികളെ നടു റോട്ടിലേക്കൊന്ന് ഇറക്കി നിർത്തി ആ തേങ്ങാപ്പൂടുള്ള പച്ചക്കൊടി ഒന്ന് കയ്യിൽ കൊടുത്ത് 4 മുദ്രാവാക്യം നരേന്ദ്രമോദിക്കെതിരെ വിളിക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിയാത്തത് എന്ന് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഈ നാട്ടിലെ ജനത പരിശോധിക്കും. ലീഗ് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? ഇവര് കൊണ്ടുവന്നതാണ്. അബ്ദുൽ സമദ് സമദാനി സാഹിബ് RSSന്റെ ബാലഗോകുലം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കള്ള സന്യാസി ബാബാ രാംദേവിനെ കോഴിക്കോട് ജില്ലയിലെ കാരാപ്പറമ്പിൽ ചെന്ന് കൂട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്നതാ നരേന്ദ്രമോദിയെ. ഇവര് നേതാവുണ്ടല്ലോ വയനാട്ടിലെ KM ഷാജി, നിയമനിർമ്മാണ സഭക്കകത്ത് RSSന്റെ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞിട്ട് പൊട്ടിക്കരയണ കരച്ചിൽ കേട്ട മുസ്ലിം യൂത്ത് ലീഗ് ഇനി KM ഷാജിക്ക് കുമ്മനം ഷാജി എന്ന പേര് മാറ്റി കൊടുക്കണം. യൂത്ത് ലീഗ് എന്തിനാ കരയാണ്? 3000-ഓളം വരുന്ന മുസ്ലിങ്ങളെ കൂട്ടക്കൊലക്ക് വിധേയമാക്കിയ ഗർഭിണിയായ കൗസർ ബാനുവിന്റെ വയറ്റിലേക്ക് തൃശൂലം കുത്തിയിറക്കി ഗർഭപാത്രത്തിൽ നിന്നും കുഞ്ഞിനെ പുറത്തെടുത്ത് ആ കുഞ്ഞിനെ കുന്തത്തിൽ ഇങ്ങനെ നിർത്തിയിട്ട് 2 കിലോമീറ്റർ ആഹ്ലാദ പ്രകടനം നടത്തി അവസാനം പ്രകടനം സമാപിക്കുന്ന സ്ഥലത്ത് പെട്രോളും മണ്ണെണ്ണയും ഒഴിച്ച് കത്തിച്ച ആ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അന്ന് ഗുജറാത്ത് ഭരിച്ചതുവെങ്കിൽ അന്ന് ഭരിച്ചിരുന്ന നരേന്ദ്രമോദി രാജ്യത്തിന്റെ വികസന നായകനാണെന്ന് പറയാൻ മുസ്ലിം യൂത്ത് ലീഗ് നിങ്ങളുടെ നേതാവിനെ സാധിക്കൂ? ഇപ്പൊ വന്നല്ല വനമാല നരേന്ദ്രമോദി 10 ലക്ഷത്തിന്റെ ചുരിദാറും അതിമ സ്വന്തം പേരും എഴുതി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ 5 മണിക്കൂർ അമർന്നിരിക്കാതെ ലോകമാകെ തെണ്ടി നടന്ന് സെൽഫി എടുത്ത് ഡിജിറ്റൽ ഇന്ത്യ കളിക്കുക. വരുമ്പോ എന്തേ പറഞ്ഞത്? അച്ഛാദീൻ. ആരച്ഛൻ? ഒരാളച്ഛനും വന്നിട്ടില്ല. RSSകാരന് പോലും എല്ലാരെ കൊണ്ടും ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ട് 10 രൂപ RSSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരന് കിട്ടിയിട്ടുണ്ടോ? എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? കൂടെയുള്ള MP-മാർക്ക് സത്യത്തിൽ ഭ്രാന്താണെന്ന് പറയേണ്ടി വരും. സ്വാതി പ്രാച്ചി മുസ്ലിം സ്ത്രീകൾ 2 കുഞ്ഞുങ്ങൾക്കധികം ജന്മം നൽകിയാൽ അവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കും. ആരാ പറയുന്നത്? രാജ്യം ഭരിക്കുന്ന ഒരു MP, RSSന്റെ നേതാവ് നിരഞ്ജന ജ്യോതിയാണ് പറഞ്ഞത്. 2021 ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മതപരിവർത്തനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇത് രാമന്റെ രാജ്യമാക്കി മാറ്റും പറഞ്ഞില്ലേ? ഈ നാടിനകത്ത് ആ RSSകാരനെ ആട്ടിയോടിക്കേണ്ടതിന് പകരം അവന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നവരായിട്ട് മുസ്ലിം ലീഗ് മാറിയില്ലേ? ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് പറയും ലീഗ്, നിങ്ങൾ RSSനെ പിന്തുണച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യക്കകത്ത് പാർലമെന്റിനകത്ത് 543 MP-മാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 543 MP-മാരിൽ വെറും 9 MP-മാരുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡൽഹിയിലെ ഓഫീസിന് നേരെ RSSകാർ കരിയോയിലൊഴിക്കുകയും കല്ലെറിയുകയും ചെയ്യുന്ന സമയത്ത് ഇസ്ലാമിക സംരക്ഷക പാർട്ടിയുടെ കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് RSSന്റെ നേതാക്കൾ കടന്നു വന്ന് കോലീബിയെ കുറിച്ച് ചർച്ച ചെയ്ത് ചായയും ജ്യൂസും കുടിച്ച് പോകുമ്പോ ആരാണ് ഈ രാജ്യത്തിനകത്ത് മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനതക്ക് ബോധ്യമാകും ലീഗ്.
നിങ്ങള് പെരിന്തൽമണ്ണയിൽ മത്സരിപ്പിക്കേണ്ട ഒരാള്, ആ ആളെ കൊണ്ട് കേരളത്തിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടായി, BDJS. ബീഡി വലിക്കല്ല, വെള്ളാപ്പള്ളിയും BJPയും കൂടിയിട്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, BDJS. ആരാ അവസരം ഉണ്ടാക്കിയത്? മുസ്ലിം ലീഗല്ലേ. UDFന്റെ ഗവൺമെന്റ് 2 സീറ്റിന്റെ ബലത്തിൽ അധികാരത്തിൽ വന്ന് മന്ത്രിമാരെ ഇങ്ങനെ തീരുമാനിക്കുന്ന സമയത്താണ് മുസ്ലിം ലീഗ് പറഞ്ഞത് ഇസ്ലാമിന് 5 കിട്ടണം, മുസ്ലിം ലീഗിന് 5 കിട്ടണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും, അത് രാഷ്ട്രീയമാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഇസ്ലാമിന് 5 കിട്ടണം. എന്തൊക്കെ നാടകങ്ങള്! നമ്മളെ അലി സാഹിബിന്റെ വീടിന്റെ മുന്നില് നാസിക് ഡോളിന്റെ ഒരു ടീം ഒരാഴ്ച മുട്ടുക, പാണക്കാട് ചെണ്ടമാളത്തിന്റെ കൂട്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീടിന്റെ അടുക്കളയിൽ കൂടി പ്രതിഷേധ മാർച്ച്, കോലായിൽ ധർണ, എല്ലാ പൊറാട്ട് നാടകങ്ങൾക്കും ഒടുവിൽ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു ഇസ്ലാമിന് 5. മഞ്ഞളാംകുഴി അലി മാലിന്യ മന്ത്രി. പക്ഷേ എന്റെ 5 മന്ത്രിമാരെ ഇസ്ലാമിന് മലപ്പുറം ജില്ലക്കകത്ത് കൊടുത്തിട്ടും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 7 പഞ്ചായത്ത് മാത്രം ഭരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 40 പഞ്ചായത്ത് ഭരിക്കാൻ ഇടവന്നത് ഈ നാട്ടിലെ ഇസ്ലാം മത വിശ്വാസികൾക്ക് മനസ്സിലായി. ആ 5ാം മന്ത്രി എന്ന് പറയുന്നത് മഞ്ഞളാംകുഴി അലിക്ക് ഞങ്ങളുടെ നികുതി പണം കൊണ്ട് പെട്രോൾ അടിച്ച്, അതുകൊണ്ട് മന്ത്രിയുടെ ഭവനമുണ്ടാക്കി AC കാറിൽ ഇങ്ങനെ ഈ പെരിന്തൽമണ്ണയുടെ വിരിമാറിലൂടെ മലർന്നു കിടന്ന് പായാൻ വേണ്ടി മാത്രമുള്ളതാണ്. അല്ലാതെ മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാരന് 750 രൂപ കൂലിക്ക് പണിയെടുത്ത് അവന്റെ ഭാര്യയോ ഉമ്മയോ കൊടുക്കുന്ന പലചരക്ക് സാധനത്തിന്റെ ലിസ്റ്റുമായി കടയിലേക്ക് പോകുമ്പോ ഈ 5 വർഷവും ഒരു ദിവസം പോലും തന്റെ ഭാര്യ പറഞ്ഞ ഉമ്മ പറഞ്ഞ മുഴുവൻ സാധനങ്ങളും വാങ്ങാൻ അവൻക്ക് വിലക്കയറ്റം കൊണ്ട് സാധിച്ചിട്ടില്ല. അതിലിടപെടാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമായ മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാരടക്കം ഇസ്ലാമിന് 5 കിട്ടിയത് ഒരു കാര്യമില്ല, അത് മഞ്ഞളാംകുഴി അലിക്ക് വേണ്ടി മാത്രം കിട്ടിയതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്നു. പക്ഷേ മുസ്ലിം ലീഗ് നിങ്ങള് ഇസ്ലാമിന് 5 എന്ന് പറഞ്ഞപ്പോഴാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന SNDPയുടെ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ഹിന്ദു ലീഗ് ഉണ്ടാക്കും. ഓർമ്മയുണ്ടാ?